നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഈ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിത് കടയിൽ കൊടുത്താൽ എത്ര ഉണ്ടെങ്കിലും അവർ കൊടുക്കാനാ പറയണേ. നമുക്കിപ്പം എല്ലാവർക്കും പറ്റും. ഇതിനകത്ത് മണ്ണെന്ന് പറയണത് വളരെ കുറവാണ്. ഞങ്ങൾ ചകിരി ചോറ് ഈ പൊതിമടലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വെച്ചേക്കണത്. ചവറുകൾ ഇവിടെ തന്നെ വീണ വേസ്റ്റൊക്കെ ഞങ്ങൾ വാരി അതിനകത്തിടും. ഇത് കണ്ടോ, ഈ മുളക് ഇതൊക്കെ ഉണ്ടായി കാലിയായി, എന്നാൽ ഇതുമുണ്ട്. പിന്നെ മുളകുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാന്താരി മുളകിൻ്റെ തന്നെ വലിയ ടൈപ്പ് മുളക് കണ്ട, അതൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പം ഈ വിഷമുള്ള പച്ചക്കറികൾ, വിഷമുള്ള പച്ചമുളകിലെന്ന് പറയണത് ധാരാളം വിഷമുള്ളത്. ഇപ്പം നമുക്ക് ഒരു തൈ പിടിച്ച് കിട്ടിയാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാവും. കുറച്ച് ചപ്പും ചവറും വാരിയിട്ട് ഒരു 2 പൊതിമടലൊക്കെ ഇട്ട് ചകിരി ചോറൊക്കെ ഇട്ട് കുറച്ച് മണ്ണ് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വെയിറ്റ് കയറാതെ ഞങ്ങൾ മണ്ണ് കുറവാണ് ഞങ്ങൾ ഇട്ടേക്കണത്. എല്ലാവരും ചകിരിച്ചോറും പൊതിമടലും അടയ്ക്കത്തൊണ്ടും കിട്ടുന്ന വേസ്റ്റ് മുഴുവനിടും. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ പച്ചമുളക്. ഇത് കണ്ടോ. ഇപ്പം ആദ്യം നമുക്ക് ഇതെങ്ങനെയാ കൊണ്ട് കൊടുത്താൽ അവർ വാങ്ങോ, കടയിൽ കൊണ്ട് കൊടുക്കണത് എങ്ങനെയാണ് കൊണ്ട് കൊടുത്ത് നമുക്ക് പൈസ കിട്ടിയപ്പോഴാണ് നമ്മളറിഞ്ഞ നമുക്കിതിപ്പം കുറേ തൈകൾ വേറെയും വെച്ചു, പിന്നെ താഴെയും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആഴ്ചയിൽ ചിലപ്പോൾ 1 കിലോ 1.5 കിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നു. പിന്നെ അത് കൂടാണ്ട് മറ്റേ മത്തങ്ങ മുളകുണ്ട്. മത്തങ്ങ മുളക് ഇന്നലെ ഞങ്ങൾ പറിച്ചെടുത്തുള്ളൂ. എടുത്തതുണ്ട്. ഇപ്പം അതേ ചാഴി വന്നിട്ടുണ്ട്. ഇനി അതിന് മരുന്ന് ചെയ്യണം. ചാഴിക്ക് ഞങ്ങൾ വേറെ ഒരു മരുന്ന് നമ്മൾ ടെറസിൽ അല്ലാതെ നമ്മൾ താഴെയും വെച്ചോട്ടാ കുറച്ച് പച്ചമുളക് തയ്യേ. പക്ഷെ നമുക്ക് താഴെ ഉണ്ടായതിനേക്കാളും കൂടുതൽ ടെറസിൻ്റെ മുകളിലാണ്. അതെന്താ കാരണം എന്നറിയില്ല. ഇവിടെ ധാരാളം മണ്ണിലല്ലേ നിൽക്കുന്നത്, അവിടെ മണ്ണില്ലാണ്ട് നിൽക്കുന്നതാ. അതിൻ്റെ ഒപ്പം വെച്ച തൈകളൊക്കെ ഇത്. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുക. ഇത് മത്തങ്ങ മുളകിന് ഇത് കുരുടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ചതൊന്നും അങ്ങനെ കുരുടിച്ചിട്ടില്ല.